Good morning, Namaskaram, Suprabhadam. Today my topic is if you want to make everybody happy, don't become a leader, start selling candies. ടോഫി വിൽക്കൂ, എല്ലാവരെയും സന്തോഷിപ്പിക്കൂ. കാരണം ജീവിതമാണ്, അത് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരെയും സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല. Now look at the circumstances. സാർ, ഇയാൾ വളരെ ലോയലാണ്. സാർ, ഇയാൾ 15 വർഷമായി ജോലി ചെയ്യുകയാണ്. സാർ, ഇയാൾ മതിയാകും. സാർ, ഇയാൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. സാർ, ഇപ്പോഴത്തെ കാലത്ത് വളരെ ഡിമോട്ടിവേഷൻ നടക്കുന്നുണ്ട്. സാർ, ഈ സമയത്ത് വളരെ സ്ട്രെസ് ഉണ്ട്. സാർ, ഈ സമയത്ത് സെയിൽസിന്റെ വളരെ പ്രഷർ ഉണ്ട്. സാർ, അവിടെയാണെങ്കിൽ അന്തരീക്ഷം അല്പം മോശമാണ്. സാർ, ഇയാൾക്കൊരു അവസരം കൊടുക്കണം 3 മാസത്തേക്ക്. ദീസ് കൈൻഡ് ഓഫ് ലൈൻസ് ആർ വെരി വെരി പോപ്പുലർ. ഇന്നത്തെ കാലത്ത് അത് നടക്കുന്നുമുണ്ട്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാരണം ഫോർ ഗുഡ് നമ്പർ ഓഫ് ഇയേഴ്സ്, ഐ മീൻ ദർ വാസ് നോ ഡിഫറൻസിയേഷൻ ഇൻ മാൻകൈൻഡ്. ഏതാളാണ് റാങ്ക് 1-ൽ, ആരാണ് നമ്പർ 2-ൽ, ആരാണ് 10ാമത്. സോ വാട്ട് വാസ് ദ ഫിലോസഫി? എല്ലാവരും നല്ലതാണ്. സാർ, ഇവരും പ്ലസ് ആണ്, ഇത് ഡബിൾ പ്ലസ് ആണ്, ഇതും പ്ലസ് തന്നെയാണ്. സാർ, ഇത് ബി ആണ്. സിയും ഡിയും ആരുമില്ല. സാർ, തെറ്റായിട്ട് ആരുമില്ല. സാർ, ഇവർക്ക് അവസരം കൊടുക്കണം. ആൻഡ് വെനെവർ പീപ്പിൾ സേ ഇവർക്ക് അവസരം കൊടുക്കണം, അതിലൊരു സിമ്പിൾ ഫിലോസഫി ഉണ്ട്, സിമ്പിൾ റൂൾ ഉണ്ട്. റൂൾ എന്താണ് അതിന്റെ? അപ്പോൾ തീർച്ചയായും അവസരം കൊടുക്കണം. അവസരം 1 മാസത്തേക്ക് കൊടുക്കരുത്. അവർക്ക് അവസരം കൊടുക്കൂ 3 മാസത്തെയോ 6 മാസത്തെയോ. യു ഡിസൈഡ് ഇറ്റ്. പിന്നെ ഒരു കണ്ടീഷന് പുറത്ത്, then to send salary you give from your pocket, and if after 6 months we improves 4 times നിങ്ങളുടെ സാലറി നിങ്ങൾ കൊടുത്തത് കമ്പനി തരും നിങ്ങൾക്ക്. ഫോർ എക്സാമ്പിൾ, അഥവാ നിങ്ങൾ 6 മാസത്തിൽ അയാൾക്ക് അവരുടെ 1% അല്ലെങ്കിൽ 10% സാലറി കൊടുത്തു, ഫോർ എക്സാമ്പിൾ 60,000 രൂപ, and he proves company will pay you 2,40,000 rupees, and whenever he say this 99% times, not 99, പരമാവധി 99.9% in times, അവർ പറയും, അല്ല സാർ, ഇയാളെ വളരെ അകലത്തേക്ക് എവിടെയെങ്കിലും മാറ്റിക്കൊള്ളൂ. ദാറ്റ്സ് എ പോയിന്റ്. നിങ്ങൾ പറയും, സാർ, ഞങ്ങൾ വളരെ ലോയലാണ്, ഞങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, പക്ഷേ ഓണർഷിപ്പിന്റെ ഫീലിംഗ് 0 ആണ്. അതായത് ഇക്കാര്യത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങളുടെ മേളിൽ വരുമ്പോഴേക്കും പൈസ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങളുടെ പണമാണെങ്കിലോ, അപ്പോൾ നിങ്ങളുടെ പണം വളരെ പ്രഷ്യസ് ആണ്. കമ്പനീസ് മണി ഈസ് ദെയർ, അപ്പോൾ ഒരു പ്രഷ്യസുമല്ല. ആൻഡ് ലുക്ക് അറ്റ് ദ സർക്കംസ്റ്റാൻസസ്. ഒരു മനുഷ്യൻ 3 മാസമായി മൈനസിൽ ഗ്രോത്ത് ആവുകയാണ്. ഈ ക്വാർട്ടറിലും ഗ്രോത്ത് ഉണ്ട്. മറ്റൊരാൾ 2 മാസമായി മൈനസ് ഗ്രോത്ത് ആണ്. ഇയാള് മൈനസിലാണ്. മൈനസ് എന്ന് വെച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ നിങ്ങൾക്ക്? വെൻ യുവർ ഗ്രോത്ത് ഈസ് 6%, ദാറ്റ് ഈസ് യുവർ 0 ഗ്രോത്ത്. വൈ? ബിക്കോസ് 4-5% പ്രൈസ് ഇൻക്രീസസ് ദെയർ എവറി ഇയർ. 3-2% നിങ്ങളുടെ പുതിയ പ്രോഡക്റ്റ് വരുന്നുണ്ട്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, 6% ഗ്രോത്തിന്റെ അർത്ഥമാണ് 0% ഗ്രോത്ത് എന്നാണ്. 0% ഗ്രോത്തിന്റെ അർത്ഥമാണ് -6%. ഇഫ് യുവർ ഗ്രോത്ത് ഈസ് 10% മൈനസ്, ഇറ്റ് ഈസ് നോട്ട് 10% മൈനസ്, ഇറ്റ് ഈസ് അവർ -16%. ആൻഡ് ഇയർ ആഫ്റ്റർ ഇയർ ദേ ആർ ഡീഗ്രോയിങ്, ആൻഡ് യു ആർ ഗെറ്റിംഗ് വാട്ട്? നിങ്ങളുടെ എല്ലാ ഇൻസെന്റീവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഫോറിൻ ട്രിപ്പിനും പോകുന്നു. ഫോറിൻ ട്രിപ്പ് ഫാമിലിക്കൊപ്പം പോകുന്നു. നിങ്ങൾ പോകുന്നു, ടർക്കിയിൽ പോകുന്നു, ദുബായിൽ പോകുന്നു. കമ്പനി ഈസ് പേയിങ് ഫോർ ദാറ്റ്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അതിൽ റെസ്പോൺസിബിൾ അല്ലാതിരിക്കുന്നത്? നിങ്ങളുടെ ആവശ്യം എന്താണ്? ഇപ്പോൾ ഇതൊരു ചോദ്യമാണ്. ഹു ഷുഡ് ബി ബ്ലെയിം? ഏറ്റവും അധികം നിങ്ങളെക്കാൾ വലിയ ബ്ലെയിം ആർക്കാണ് കിട്ടേണ്ടത്? ഐ ടെൽ യു ഹു. ഞാനിവിടെ ഉണ്ട്. ഐ ഷുഡ് ബി ഗിവൺ ദ മാക്സിമം ബ്ലെയിം. ടോപ്പ് മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി ഷുഡ് ബി ഗിവൺ maximum blame. Policies or company should be given maximum blame. ആ പോളിസീസ് അത് നെഗറ്റീവാണ്, ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ഇൻസെന്റീവ്സും എല്ലാ മെഡൽസും എല്ലാ ഫോറിൻ ട്രിപ്സും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ടു ബി ബ്ലെയിം, ആൻഡ് യു ആർ സപ്പോസ് ടു കറക്റ്റ് ഇറ്റ് റൈറ്റ് ഇമ്മീഡിയറ്റ്ലി. 5 വർഷത്തിനുള്ളിൽ അങ്ങനെ ഒരു എൻവയൺമെന്റ് ഉണ്ടായി. അതായത് മെഡിക്കൽ റെപ്സ് ആർ ബിക്കം സ്ലഗിഷ്, നോട്ട് വർക്കിംഗ്. മാനേജേഴ്സ് ആർ ജസ്റ്റ് ജോയിൻ ദ പാർട്ടി because they are responsible. എപ്പോഴും ഞാൻ മെഡിക്കൽ റെപ്സിനെ നോക്കുമ്പോൾ മൈ ബിലീവ് ഈസ് വാട്ട് 90% മെഡിക്കൽ റെപ്സ് ആർ ഗുഡ്. സം ആർ വെരി വെരി ഗുഡ്, സം ആർ എക്സലന്റ്, സം ആർ ഗുഡ്, സം ആർ ആവറേജ്. 10% can be manipulator, 10% can be ineffective, 10% can be all kind of excuses, but 90% are good. അഥവാ ആ 90% ഗുഡ് മെഡിക്കൽ റെപ്സ് ഉണ്ടെങ്കിൽ അവരെ മോശമാക്കുകയാണ്. അതിന് ഹു ആർ റെസ്പോൺസിബിൾ? ഇറ്റ് ഈസ് ഓൾവേസ് 90% ഓഫ് മാനേജേഴ്സ് ആർ റെസ്പോൺസിബിൾ. നിങ്ങൾക്കറിയാമോ, ഇപ്പോൾ ഒരു മെഡിക്കൽ റെപ്പിനെ എടുക്കുകയാണെങ്കിൽ അയാൾ ഫോൾസ് റിപ്പോർട്ടിംഗ് ചെയ്യുന്നു, അവരുടെ നെഗറ്റീവ് ഗ്രോ ആണ്. അവരെപ്പോൾ ഇത് പറയും, സാർ ഡീമോട്ടിവേഷൻ നടക്കുകയാണ്. മെഡിക്കൽ റെപ്പ് അത് പറയില്ല, അവരുടെ മാനേജറാണ് പറയുന്നത്. അവരുടെ മാനേജർ പറയുകയാണ്, സാർ ഡീമോട്ടിവേഷൻ നടക്കുകയാണ്. സാർ നേരത്തെ 4 മണിക്കൂർ ജോലി ചെയ്യുമായിരുന്നു,
അയാൾ നല്ലതായിരുന്നു. 8 മണിക്കൂർ ചെയ്യാൻ പറഞ്ഞാൽ ഡീമോട്ടിവേഷൻ ആയി പോകും. സാർ എനിക്കെല്ലാം തന്നെ കിട്ടിയേ പറ്റൂ. നിങ്ങൾ പറയാറില്ലേ ഞാൻ 3 വർഷമായി ജോലി ചെയ്യുന്നു. എന്നോട് ഇങ്ങനെയുള്ള ചോദ്യം എന്തിനാണ് ചോദിക്കുന്നത് സാർ? ഞാൻ 3 വർഷമായി ജോലി ചെയ്യുന്നു, എനിക്ക് നെഗറ്റീവ് ഗ്രോത്ത് വന്നു. സാർ പോസിറ്റീവ് എന്താ ആകാത്തത്? ബിക്കോസ് എല്ലാ റിസോഴ്സസും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേപ്പറിന് മുകളിലും അത് കാണുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ കോഴ്സും പൂർണ്ണമാണ്, എല്ലാ ഫ്രീക്വൻസിയും പൂർണ്ണമാണ്. നിങ്ങൾ റിസോഴ്സസ് പങ്കുവെക്കുന്നു. അപ്പോൾ എന്തൊരു അത്ഭുതകരമായ ഗ്രൂപ്പാണ്. അതിൽ നിങ്ങൾ ടോപ്പ് മാനേജ്മെന്റിന്റെ ഉള്ളിൽ സീനിയർ മാനേജർ ഗ്രൂപ്പിൽ മെസ്സേജസ് അയക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റിയാണ് ചെയ്തത്? എന്ത് ആക്ടിവിറ്റിയാണ് നിങ്ങൾ DMF-ൽ ചെയ്തത്? ഫോട്ടോഗ്രാഫ്സുകൾ. ഇനി അവരെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കറിയില്ല എന്ത് അത്ഭുതമാണെന്ന്. ബട്ട് വെൻ വി ലുക്ക് അറ്റ് ദ ഗ്രോത്ത് സൈഡ്, that we look at the new prescriptions, when we look at the new conversion, ആരുമില്ല, ഒന്നും നടക്കുന്നില്ല, അത് മൈനസിൽ ഓടുകയാണ്. ആൻഡ് ദെൻ പീപ്പിൾ സേ സാർ വളരെ ഡീമോട്ടിവേഷൻ നടക്കുകയാണ്. പ്ലീസ് ആൻസർ മീ. ഇന്ന് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. അത് തെറ്റാണോ? ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്നത് ഞാൻ തെറ്റാണോ പറയുന്നത്? ഇത് നമ്മുടെ പോളിസീസ് ആണ്. തീർച്ചയായും they should be blamed. നിങ്ങൾ നെഗറ്റീവ് ചെയ്യൂ, നിങ്ങൾ ഡബിൾ നെഗറ്റീവ് ചെയ്യൂ, നിങ്ങൾ 4 വർഷം നെഗറ്റീവ് ചെയ്യൂ. ഡോണ്ട് വറി, നിങ്ങൾക്ക് ഇൻസെന്റീവ് കിട്ടും, നിങ്ങൾക്കെല്ലാം തന്നെ കിട്ടും. പിന്നെ എന്തിനാണ് ജോലി ചെയ്യുന്നത്? ദ ഡ്രൈവ് ഹാസ് ഗോൺ ഔട്ട് ഓഫ് മാൻകൈൻഡ് പീപ്പിൾസ് പാനിക് ഹാർട്ട്. അവർ ഏറ്റവും വലിയ കൂടുതൽ ബ്ലെയിം ചെയ്യുന്ന അതിനകത്ത് വരികയാണ് മാനേജേഴ്സ്. ദെൻ ഐ ടോക്ക് ടു യു അബൌട്ട് അപ്പോൾ ഇവരുടെ സാലറിയിൽ 10% നിങ്ങൾ കൊടുക്കൂ. ദാറ്റ്സ് വെരി ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. ഐ ജസ്റ്റ് ടെസ്റ്റ് യു. അഥവാ നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഇവർക്ക് 10,000 rupees കൊടുത്താൽ പ്രതിമാസ കണക്കിൽ നിങ്ങൾ വിചാരിക്കുകയാണ് 6 മാസം കൊണ്ട് ഈ ആള് ഇംപ്രൂവ് ആയി തീരും. ഇറ്റ്സ് എ വെരി ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. ഇറ്റ്സ് റിയലി ബ്രിങ്സ് യു ടു ദാറ്റ് സെൻസ്. അഥവാ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം നൽകിയാൽ ഇത് നിങ്ങളെ സഹായിക്കുകയാണ്. ആങ്കേഴ്സ് യൂസ് ആസ് എ മൊഡ്യൂൾ. ഇറ്റ്സ് എ മെത്തേഡ്. നിങ്ങളുടെ ചിന്തയെ മുകളിലേക്ക് കൊണ്ടുവരാനായി, ലോജിക്കലായി കൊണ്ടുവരാൻ അത് നിങ്ങളോട് ചോദിക്കുകയാണ്. ബട്ട് ഐ സെഡ് 99.99%. ഐ വാസ് നെവർ സീൻ ഇൻ 1% managers who came forward and said ഇല്ല സർ, ഞാൻ ചെയ്യാം. ആരും തന്നെ ഇതുവരെ എന്റെ മുന്നിൽ അങ്ങനെ വന്നിട്ടില്ല. നമ്പർ 1. നമ്പർ 2 ബേസിക്കലി ഈസ് വാട്ട്. എനിക്കൊരു ചോദ്യം കൂടിയുണ്ട്. ആൻഡ് വി ആർ റിയലി ഡിസൈഡഡ് ദിസ് ഇയർ ടു റിയലി അഡെയർ ടു ദ ഇൻസെന്റീവ് പോളിസി. ഏതാൾക്കാരാണോ ലാസ്റ്റ് ഇയർ മൈനസ് ഗ്രോത്തിലായത്, ഏതാൾക്കാർ ലാസ്റ്റ് ഇയറും മൈനസ് ഗ്രോത്തിലായവർ, ഏതാൾക്കാരാണോ ഈ ക്വാർട്ടറിൽ, ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ ഇതിലും മൈനസ് ഗ്രോത്ത് ആയവർ, they don't deserve any medal, any foreign trips. This you take it for granted. ഇത് നടപ്പായി, നടക്കില്ല, കിട്ടില്ല. Next basically is what? Once you come within negative growth, നിങ്ങൾക്ക് മെഡൽ, അതിന്റെ സെറിമണിയിൽ വിളിച്ച് നിങ്ങൾക്ക് മെഡൽ തരണോ? നിങ്ങളെ ഫോറിൻ ട്രിപ്പിന് കൊണ്ടുപോകണോ? എന്തിന്? ഇല്ല സർ, അങ്ങനെ നടക്കാൻ പോകുന്നില്ല. എനിബഡി കഴിഞ്ഞ വർഷം 23-24 മൈനസ് ഗ്രോത്തിൽ വന്നവർ, ഏത് ഗ്രൂപ്പ് മൈനസിലാണെങ്കിലും അവർക്കും ഞങ്ങൾ ഡിപ്പെൻഡിങ് അപ്പോൺ സർട്ടൺ പെർഫോമൻസസ് അവർക്ക് പണം നൽകും. മെഡൽ കൊടുക്കില്ല, ഫോറിൻ ട്രിപ്പ് നൽകില്ല. സം കൈൻഡ് ഓഫ് എ മണി വുഡ് ബി ഗിവൺ. എത്ര പണം നൽകുന്നതാണ്? ദാറ്റ് വുഡ് ഡിപ്പെൻഡ് അപ്പോൺ ഹിസ് പെർഫോമൻസസ്, ഹിസ് ആറ്റിറ്റ്യൂഡ്, ഹിസ് ഓവറോൾ വർക്കിംഗ് സ്റ്റൈൽ. അതിനു മുകളിൽ ഡിപ്പെൻഡാണ്. ദാറ്റ് ക്യാൻ ബി എ ഡിഡക്ഷൻ ഓഫ് 100%. നിങ്ങൾക്കൊന്നും തന്നെ കിട്ടാഴികയില്ല. ലാസ്റ്റ് ഇയർ നിങ്ങളുടേത് നെഗറ്റീവ് പെർഫോമൻസ് ആണ്. നിങ്ങൾക്ക് ഒരു മെഡലും ഒരു ഫോറിൻ ട്രിപ്പിന്റെയും പണം ലഭിക്കില്ല. ഫോറിൻ ട്രിപ്പും മെഡലും കിട്ടില്ല. അതിന്റെ പണം, വൺ ഓഫ് ദ എക്സാമ്പിൾ, 100 രൂപയാണെങ്കിൽ ചിലർക്കൊക്കെ 0 കിട്ടും. ഡിപ്പെൻഡിങ് അപ്പോൺ ആറ്റിറ്റ്യൂഡ്, അതർ ആക്ടിവിറ്റീസ്. ചില ആൾക്കാർക്ക് 25% ഡിഡക്ഷൻ ഉണ്ടാകും, ചില ആൾക്കാർക്ക് 50% ഡിഡക്ഷൻ ഉണ്ടാകും. ഡിഡക്ഷൻ ഉണ്ടായിരിക്കും. ദിസ് ഈസ് ഫസ്റ്റ് ആക്ഷൻ വി ആർ ടേക്കിംഗ് ടു ദ ഫസ്റ്റ് ടൈം ആഫ്റ്റർ മെനി ഇയേഴ്സ്. ബിക്കോസ് ഞങ്ങൾ കണ്ടത് എന്താണ്? നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഇക്കാര്യമാണ്. എൻ്റെ സെയിൽസ് എത്രയായാലും, ആര് തന്നെ മൈനസിൽ വന്നാലും എനിക്ക് മെഡലും കിട്ടും, ഇൻസെന്റീവും കിട്ടുമെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര അബ്സേർഡ് പോളിസിയാണ്. സോ വി ആർ ജസ്റ്റ് വർക്കിംഗ് ഓൺ ഇറ്റ് ആൻഡ് നോ മോർ ദിസ് കൈൻഡ് ഓഫ് എ തിങ് വിൽ ഹാപ്പൻ. അഥവാ നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഞാൻ ഇത്ര അധ്വാനിക്കുന്നുണ്ട്, ഗ്രോത്ത് ചെയ്യുന്നു. ജസ്റ്റ് മൈ ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾ ഇത്രയ്ക്ക് അധ്വാനിക്കുന്നെങ്കിൽ, കോൾ ചെയ്യുന്നെങ്കിൽ, ഒരു മാസത്തിൽ നിങ്ങൾ ഒരു ഡോക്ടറിനെ 2 തവണ കാണും. ഒരു വർഷത്തിൽ 24 തവണ, 30 തവണ കാണുന്നു. 3 വർഷത്തിൽ, 1 വർഷത്തോളം കാണും. 5 വർഷത്തിൽ ധാരാളം കാണുന്നുണ്ടാകും. Then why your new products are not selling? Why your growth is not coming? That's my question to be asked. If you just look at the reputation of mankind, every sense, athava growth should be double the growth of IPM. Deserve this kind of a growth.
It's so proactive, so aggressive, so healthy kind of a organization which is basically taken in the industry. ഇത് മികച്ച ഓർഗനൈസേഷൻ ആണ്. ഇതിനുള്ളിലെ എൻവയോൺമെന്റ് അത്ഭുതകരമാണ്. That's one reason you could want to join Mankind. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവുകയാണ് നിങ്ങളോട്. ഇപ്പോൾ ഒരു മാനേജർക്ക് ഈ എൻവയോൺമെന്റ് എന്തുകൊണ്ട് മോശമായി? ഇപ്പോൾ ഒരു മാനേജർക്ക് നല്ലതും ചീത്തയുമുള്ള വ്യത്യാസമില്ല. അപ്പോൾ ഈ എൻവയോൺമെന്റ് കേടാകുകയാണ്. ഞാൻ പറയുന്നു ഈ എല്ലാ മെഡിക്കൽ റെപ്സും നല്ലതാണ്, ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കും. അപ്പോൾ നല്ല ആൾക്കാർ, ജെനുവിൻലി നല്ലവർ, അവർക്ക് എൻവയോൺമെന്റ് തീർച്ചയായും ലഭിക്കും. ഇപ്പോൾ ഞാൻ ആസ് എ മാനേജർ ആ ആൾക്കാരെ ഫേവർ ചെയ്യുന്നു. കുറഞ്ഞ ടാലന്റ് ഉള്ളവർ, എന്റെ മുന്നിലും പിന്നിലുമായി കറങ്ങുന്നവർ. അപ്പോഴാ ടാലന്റഡ് ആയ ആൾക്കാരെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയാണ്. വി ആർ സപ്പോസ് ടു ഗെറ്റ് അവേ ഫ്രം ദിസ്. ഏതൊരവസ്ഥയിലും these things are not prevail now in Mankind. Last couple of months we have taken resignation of many managers, regional managers, zonal managers, area managers, even senior people. We have cut down the area of many managers. എവിടെയെങ്കിലും ഞങ്ങൾക്ക് തോന്നുകയാണ് ലീനിയൻസി ഉണ്ട്, ലെഥാർജി ഉണ്ട്, സീരിയസ് അല്ല തങ്ങളുടെ ജോലിയിൽ, we have gone for it. എങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ ആണ്? ഒരു മെഡിക്കൽ റെപ്പ് അയാളുടെ വൈഫ് മെഡിക്കൽ സ്റ്റോർ നടത്തുന്നു, അവർ ഉച്ചയ്ക്കാണ് ഇരിക്കുന്നത്. എങ്ങനെ പോസിബിൾ ആണ്? RM സാർ 11 മണിക്കാണ് എത്തുന്നത്, 2:30 ഓടിപ്പോകും. ജോലി ചെയ്യുമ്പോൾ എങ്ങനെ പോസിബിൾ ആകും ZM സാർ ഇത് അറിയുന്നില്ലെന്ന്? എന്തുകൊണ്ടറിയില്ല? അവരുടെ സീനിയറിന് എന്തുകൊണ്ടാണ് ഇതൊക്കെ സംസാരം ഉണ്ടാകുന്നത്? എങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ ആണ്? ഏതെങ്കിലും ഒരാള് ഇന്ന് കമ്പനി വിട്ടുകളയുകയാണ്, നാളെ അവർ മറ്റൊരു പുതിയ കമ്പനിയിൽ വരും. ഇത് നടക്കില്ലേ? ദിസ് വാസ് ഹാപ്പനിങ്. ദിസ് വാസ് വേ ഓഫ് സ്റ്റൈൽ of working in Mankind. And for everything I say I blame senior managers. And naturally ഞാൻ ഇതിന്റെ മൂലകാരണം അന്വേഷിക്കുമ്പോൾ യഥാർത്ഥ മൂലകാരണം എന്താണ്? ലെഥാർജി ഓഫ് സീനിയർ മാനേജേഴ്സ്. ലെഥാർജി ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ബിക്കോസ് മാൻകൈൻഡിന്റെ പോളിസീസ് നമ്മളെല്ലാവരും വളരെയധികം പീപ്പിൾ സെൻട്രിക് ആണ്. അത്രയധികം ആൾക്കാർ എൻ്റർ ചെയ്തു. പീപ്പിൾ ഹാവ് ബിക്കം പാംപ്ലോയിഡ്. എന്റെ ക്വസ്റ്റ്യൻ വളരെ ഡിഫറൻ്റ് ആണ്. വാട്ട് അബൌട്ട് കമ്പനി സെൻട്രിക്? മാൻകൈൻഡ് എപ്പോഴും പീപ്പിൾ സെൻട്രിക് ആയിരുന്നു, ബട്ട് പീപ്പിൾ ഹാവ് നോട്ട് റിമൈൻ കമ്പനി സെൻട്രിക്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, വി ഹാവ് ജസ്റ്റ് സീൻ those people, those who are not company centric, those who are selfish, they have exploited, taken advantage of these lenient policies. അവർക്ക് ഏറ്റവും അധികം പണിഷ്മെന്റ് ലഭിക്കും ഇൻ ടേംസ് ഓഫ് ഫിനാൻഷ്യൽ, ഇൻ ടേംസ് ഓഫ് മെഡൽ, ഫോറിൻ ട്രിപ്സ്. ചിന്തിക്കൂ, നിങ്ങളെ സെറിമണിയിലേക്ക് വിളിച്ച് മെഡൽ തരണോ, ഫോറിൻ ട്രിപ്പിന് കൊണ്ടുപോകണോ? കാരണം നിങ്ങൾ 3 വർഷമായി നെഗറ്റീവിലാണ്. ഈ വർഷം ഇതുകൊണ്ടാണ് ലാസ്റ്റ് ഇയർ നിങ്ങൾ നെഗറ്റീവ് ഗ്രോത്ത് ആണ് കൊണ്ടുവന്നത്. ഏതെങ്കിലും കമ്പനി ഉണ്ടോ ഇത്ര ലീനിയന്റ് ആയി? ഇനി അങ്ങനെയല്ല സർ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് മൈൻഡ് യു, വി വാണ്ട് യു ടു ഫെയിൽ ഇറ്റ്. നിങ്ങളത് അറിഞ്ഞിരിക്കണം ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്. ഞങ്ങൾ ഇതുകൊണ്ടാണ് ഈ പോളിസീസ് എല്ലാം ചേഞ്ച് ചെയ്യുന്നത്. ഈ പോളിസീസ് എല്ലാം വളരെയധികം മാൻകൈൻഡിയൻസിനെ വഷളാക്കി. One more thing and I want to say, എപ്പോഴും ആസ് എ മാനേജർ നിങ്ങളുടെ തലയിൽ മീറ്റിംഗിൽ ഞങ്ങളോട് പലരും പറയാറുണ്ട്, സർ ഇയാൾ ശരിയാകും, ഒരു 3 മാസം ഇയാൾ വർക്ക് ചെയ്യട്ടെ, സർ ഒരു അവസരം കൂടി കൊടുക്കൂ, ഇയാൾ വളരെയധികം അധ്വാനിയാണ്. മൈ ക്വസ്റ്റ്യൻ ഈസ് ബേസിക്കലി ഈസ് വാട്ട്? ഇഫ് യു ആർ എ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ, റിമൈൻ മെഡിക്കൽ റെപ്പ്. ബട്ട് ഇഫ് യു ആർ ബിക്കം എ മാനേജർ, യു ആർ സപ്പോസ് ടു ബി ഹാർഡ് വർക്കിംഗ് ആൻഡ് എഫക്റ്റീവ്. യു ആർ സപ്പോസ് ടു ബി ഹാർഡ് വർക്കിംഗ്, എഫക്റ്റീവ് ആൻഡ് ഇന്റലിജന്റ്, റെസ്പോൺസിബിളി ഹാർഡ് വർക്കിംഗ് ആൻഡ് എഫക്റ്റീവ് ആൻഡ് ഗ്രോയിങ്. നിങ്ങളുടെ പെർസോണ, നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്തു തന്നെയായാലും നിങ്ങൾ നിങ്ങളുടെ ജൂനിയേഴ്സിന് ബെനിഫിറ്റുകൾ നൽകും, വാല്യൂ ആഡ് ചെയ്യും, ഡിസിപ്ലിൻഡ് ആക്കും. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ജൂനിയേഴ്സിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കൂ. എത്ര സീനിയേഴ്സ് ഉണ്ടായാലും അവരുടെ മെഡിക്കൽ റെപ്സിനെ, അവരുടെ ജൂനിയേഴ്സിനെ വഷളാക്കി, അവർക്ക് ഷോർട്ട് ടേം ബെനിഫിറ്റ്സ് നൽകി, അവര് തങ്ങളുടെ ജൂനിയേഴ്സിന്റെ കരിയർ മോശമാക്കി. സംടൈം പീപ്പിൾസ് കം ആൻഡ് സേ, സർ ഇദ്ദേഹം ഞങ്ങളോട് പറഞ്ഞതേയില്ല, ഇദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചില്ല. സോ മൈ ക്വസ്റ്റ്യൻ ഈസ് ബേസിക്കലി വാട്ട്? പഠിപ്പിക്കുന്നതിനായുള്ള സർക്കംസ്റ്റാൻസസ് ഉണ്ട്, പഠിപ്പിക്കുന്നതിനായി നിങ്ങളുടെ മുൻകാലമുണ്ട്, പഠിപ്പിക്കുന്നതിനായി പഠിക്കുന്ന ആള് അവർ സ്വയം തന്നെ വളരെ അധികം പഠിക്കും. ഓൾവേസ് ഹാവ് സം കൈൻഡ് ഓഫ് എ കമ്പാരിസൺ. Compare yourself with your past and see whether you improving or not. Compare yourself with your colleagues, those were company working different divisions. Compare അവരെയും ചെയ്യൂ. സ്മാർട്ട് മെഡിക്കൽ റെപ്സ് ഡിഫറെന്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ. കമ്പയർ ഇക്കാര്യത്തിലും ചെയ്യൂ. ഞാൻ ഇത്ര വർഷമായി ജോലി ചെയ്യുന്നു. വേർ ഈസ് മൈ PCPM, വേർ ഈസ് മൈ ഗ്രോത്ത്? കമ്പയർ ഈ കാര്യത്തിലും ചെയ്യൂ. നിങ്ങളുടെ ന്യൂ പ്രൊഡക്ട്സ് ആർ സെല്ലിംഗ് ഓർ നോട്ട്? കമ്പയർ ഈ കാര്യത്തിലും നിങ്ങൾ ചെയ്യൂ സർ. അതായത് കമ്പനിയുടെ റെപ്യൂട്ടേഷൻ ഈസ് ഗോൺ മെനി ഫോൾഡ്. Where is your yield? That's my question.
So this note that now onwards, നമ്മുടെ job basically is what? We just want to really pinch you financially so that you wake up from the slumber. നിങ്ങൾ ഉറക്കത്തിൽ കഴിയുകയാണ്, അതിൽ നിന്ന് ഉണരൂ and see the feminist of mankind and don't let us become more harsh on you and hope you will understand only with this. All the best, good luck and have a great year ahead. അടുത്ത 9 മാസം, second quarter, third quarter, fourth quarter, if your performance would be great, we will be more considerate. നിങ്ങൾക്ക് കട്ടാകുന്നത് അഥവാ അത് നടന്നില്ലെങ്കിൽ യു ഗോൺ. അത് കൺസിഡർ ചെയ്യുന്നത് ലാസ്റ്റ് ഇയറിലെ ഗ്രോത്ത് മൈനസ് ആയാൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ 2 വർഷമായുണ്ടെങ്കിൽ നോ കൺസിഡറേഷൻ ഫോർ ദാറ്റ്. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് ലക്ക്. ബൈ ബൈ.